ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായല്ലോ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കാപ്പിൽ ബീച്ചിലോട്ട് പോകുന്ന വഴിയിലുള്ള ഇൻ്റർനാഷണൽ ബോട്ട് റൈഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കാപ്പിലിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് തന്നെ കണ്ടു നോക്കാം. കാപ്പിൽ ബീച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആ മനോഹരമായ കായലും കടലുമാണല്ലോ. ഇവിടുത്തെ ഇൻ്റർനാഷണൽ ബോട്ട് ക്ലബ്ബ് സഞ്ചാരികൾക്കായി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇവിടെ വെറുമൊരു ബോട്ട് യാത്ര മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് സ്പീഡ് ബോട്ട് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതല്ല ഫാമിലിയായിട്ട് പതുക്കെ കായൽ ഭംഗി ആസ്വദിക്കണമെങ്കിൽ പെഡൽ ബോട്ടുകളോ റോബോട്ടിങ്ങോ ഒക്കെ ലഭ്യമാണ്. കായലിന് നടുവിലൂടെ ആ യാത്ര ശരിക്കും മനോഹരമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബോട്ട് റൈഡിൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോട്ടിൽ 6 പേർക്ക് വരെ കയറാം. അതിന് 500 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മൾ എടുക്കുന്ന മിനിറ്റ് കൂടുന്നതിനനുസരിച്ച് പൈസയും വ്യത്യാസം വരും കേട്ടോ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സിനോടൊപ്പമോ വരുന്നവർക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു യാത്രയാണിത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള റൈഡുകളാണുള്ളതെന്ന് നോക്കാം. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും സമാധാനമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സ്പീഡ് ബോട്ട്, കായൽ പരപ്പിലൂടെ നല്ല വേഗതയിൽ പറക്കാൻ താല്പര്യമുള്ളവർക്ക് സ്പീഡ് ബോട്ട് തിരഞ്ഞെടുക്കാം. പെഡൽ ബോട്ട്, അധികം തിരക്കില്ലാതെ സ്വന്തമായി തുഴഞ്ഞ് കായൽ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ബെസ്റ്റാണ്. റോബോട്ടിംഗ്, പരമ്പരാഗതമായ രീതിയിൽ തുഴഞ്ഞു പോകുന്ന ബോട്ട് യാത്ര ഇവിടെ ലഭ്യമാണ്. സഫാരി ബോട്ട്, കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കായൽ കാഴ്ചകൾ കണ്ടുപോകാൻ സഫാരി ബോട്ടുകളും സഹായിക്കും. ഇതുകൂടാതെ ചില സമയങ്ങളിൽ ഇവിടെ കയാക്കിംഗ് ലഭ്യമാകാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6 പേർക്കും കയറാവുന്ന ബോട്ടുകളും 500 രൂപ മുതലാണ് റേറ്റ് തുടങ്ങുന്നത്. ടൈം വന്നിരിക്കുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ബോട്ടിംഗ് സൗകര്യം ഉള്ളത്. വൈകുന്നേരത്തെ ആ വെയിലൊക്കെ ആറി വരുന്ന സമയത്ത് ബോട്ട് റൈഡ് ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയതും വൈകുന്നേരം സമയത്താണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. കാപ്പിൽ ബീച്ചിൽ നിന്ന് ഏകദേശം 1-2 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. ലൊക്കേഷൻ കൃത്യമായി അറിയാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി. ഇൻ്റർനാഷണൽ ബോട്ട് ക്ലബ്ബ് കാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമുക്ക് വിശ്രമിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ഇവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. കായൽ കാറ്റേറ്റ് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ അന്തരീക്ഷം ശരിക്കും നമ്മൾ റിലാക്സ് ചെയ്യിക്കും. ആ കാണുന്നതാണ് ക്യാൻറ്റീൻ. ഇവിടെ വരുന്നത് നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് വിദേശ വിനോദസഞ്ചാരികളും ഈ സ്ഥലം തേടി എത്തുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഈ സ്ഥലം വളരെ മനോഹരമാണ്. ഇവിടുത്തെ ബോട്ട് റൈഡ് അനുഭവം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. Hello, I'm Gabrielle and we are in the restaurant. It's really nice with the view you can see. Nice to meet you. Thank you. Hi, Kapil is beautiful, great mangrove, and tonight we hope to see a nice sunset. ഓക്കെ, താങ്ക് യു. Take care. കണ്ടില്ലേ, എല്ലാവർക്കും ഇവിടെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കാപ്പിലിൻ്റെ ആ ഒരു വൈബ് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന സ്ഥലമാണിത്. വിദേശികൾ പോലും ഇവിടുത്തെ ഈ പ്രത്യേക ഭംഗിയെ ആകർഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് അറബിക്കടലിൻ്റെ തിരമാലകളും മറുവശത്ത് ശാന്തമായി ഒഴുകുന്ന എടവാ കാപ്പിൽ കായലുമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രയും മനോഹരമായ കടലും കായലും ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഈ ബോട്ട് റൈഡ് ചെയ്യുമ്പോൾ ഒരു വശത്ത് തിരമാലകളുടെ ശബ്ദവും മറുവശത്ത് കായലിലെ ശാന്തതയും ഒരേ സമയം അനുഭവിക്കാൻ പറ്റും. ഈ കായൽ പരപ്പിലൂടെയുള്ള യാത്രക്കിടയിൽ കാണുന്ന തെങ്ങിൻ തോപ്പുകളും പ്രകൃതി ഭംഗിയും ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ്. ഈ കാഴ്ചയാണ് ഇൻ്റർനാഷണൽ ബോട്ട് റൈഡിനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ കാപ്പിലെ ഇൻ്റർനാഷണൽ ബോട്ട് ക്ലബ്ബിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്ത വീഡിയോ ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. വർക്കല ഭാഗത്തോ കാപ്പിലോ ഒക്കെ വരുമ്പോൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് വരാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ വന്നവരോ അല്ലെങ്കിൽ വരാൻ ആഗ്രഹമുള്ളവരോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി മുതൽ പുതിയ വീഡിയോകളുമായി ഞാൻ ഇടയ്ക്കിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.